Hi friends, welcome back to my today's class ICD-10 Coding Guidelines Chapter 1 about sepsis. അപ്പോൾ സെപ്സിസ് കോഡിംഗ് ഗൈഡ്ലൈൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം സെപ്സിസ് എന്താണെന്നും അത് കഴിഞ്ഞ് അതിൻ്റെ കോഡിംഗ് എന്താണെന്നും നോക്കാം. സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെപ്സിസ് എന്ന് വെച്ചാൽ സെപ്സിസ് ഈസ് എ സീരിയസ് കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദി ബോഡി ഹാസ് ആൻ എക്സ്ട്രീം റിയാക്ഷൻ ടു ആൻ ഇൻഫെക്ഷൻ. നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെതിരെ നമ്മുടെ ബോഡി ഒരു റിയാക്ഷൻ ചെയ്യും. അതെന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ? ആ ഇമ്മ്യൂൺ സിസ്റ്റം പക്ഷേ അതിനെ എതിർക്കാതെ അതിന് പകരം ബിഗിൻസ് ടു ഡാമേജ് ദ നോർമൽ ടിഷ്യൂ ആൻഡ് ഓർഗൻ. നമ്മുടെ ബോഡിയിലെ സെൽസിനെ ഡാമേജ് ചെയ്യുകയും ഓർഗൻസിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അതുമൂലം അത് ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ ഓഫ് ബോഡി. അപ്പം ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു വലിയ ഒരു ഇൻഫ്ലമേഷൻ വന്നിരിക്കും. താഴെ കൊടുത്തിട്ടില്ലേ, ഇതുപോലെ ഇൻഫ്ലമേഷൻ വരും. അത് ആ കണ്ടീഷനാണ് സെപ്സിസ്. Common symptoms include fever, increased heart rate, increased breathing rate, and confusion. If not treated promptly, sepsis can progress to septic shock, which is a life-threatening condition. അതായത് സെപ്സിസ് വന്നിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ അത് ക്യൂർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ വരെ എത്താൻ സാധ്യതയുണ്ട്. അത് സെപ്സിസ്, അടുത്ത സിവിയർ സെപ്സിസ്, അത് കഴിഞ്ഞ് സെപ്റ്റിക് ഷോക്ക്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ മൂവ് ചെയ്ത് നമ്മുടെ ലൈഫിന് ഡെത്ത് വരെ സംഭവിക്കാൻ ഇതിന് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഇത് ക്യൂർ ചെയ്തിരിക്കണം. അടുത്ത സിവിയർ സെപ്സിസ് എന്താണെന്ന് വെച്ചാൽ, സിവിയർ സെപ്സിസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് സെപ്സിസ് പ്ലസ് എവിഡൻസ് ഓഫ് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അതായത് ഒരു ഇൻഫെക്ഷൻ വന്നു, അതിനെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സെൽസിനെ ഡാമേജ് ചെയ്യും. പ്ലസ് ഒരു ഓർഗനെയും കൂടെ ഡാമേജ് ചെയ്യുന്നതിനാണ് സിവിയർ സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്സിസ് വെറും ഇൻഫ്ലമേഷൻ മാത്രമായിരിക്കും. സിവിയർ സെപ്സിസ് ഇൻഫ്ലമേഷൻ പ്ലസ് ഓർഗൻ ഡിസ്ഫങ്ഷൻ, ഇത് രണ്ടും കൂടെ കൂടിയതാണ് സിവിയർ സെപ്സിസ്. അപ്പോൾ സെപ്റ്റിക് ഷോക്ക് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഘട്ടമാണ് septic shock. Septic shock is a serious medical condition that occurs when an infection in the body causes extremely low blood pressure and organ failure due to sepsis. ഈ സെപ്സിസ് കാരണം നമ്മുടെ ഓർഗൻ ഫെയിലിയർ, ആദ്യമേ സെപ്സിസ് വന്നു, ഇൻഫ്ലമേഷനായി, അതിനുശേഷം ഒരു ഓർഗൻ ഡിസ്ഫങ്ഷനായി, അതിനുശേഷം നമുക്ക് എന്ത് പറ്റും? എക്സ്ട്രീംലി ലോ ബ്ലഡ് പ്രഷർ, അതിന് നമ്മുടെ ഓർഗനും ഡിസ്ഫങ്ഷൻ ആയി കഴിഞ്ഞ് നമുക്ക് ബോഡി ഫുള്ളും ഒരു ലോ ബ്ലഡ് പ്രഷറിലേക്ക് എത്തുന്ന കണ്ടീഷനാണ് സെപ്റ്റിക് ഷോക്ക്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിവിയർ സ്റ്റേജ് ഓഫ് സെപ്സിസ് ആൻഡ് റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇത് ഒരു സെപ്സിസിൻ്റെ വലിയൊരു ഘട്ടമാണ്. അതായത് നമുക്ക് ഇനി ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു കണ്ടീഷനാണ് സെപ്റ്റിക് ഷോക്ക്. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ ക്യൂർ ചെയ്തിരിക്കണം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. സെപ്റ്റിക് ഷോക്ക് ഹാസ് എ ഹൈ ഹോസ്പിറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ സെപ്റ്റിക് ഷോക്ക് വന്നാൽ ഒത്തിരി ആൾക്കാർ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സിവിയർ സെപ്സിസ്. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ചേഞ്ചസ് ഇൻ മെൻ്റൽ എബിലിറ്റി, എക്സ്ട്രീം വീക്ക്നെസ്, bluish discoloration of skin, chills due to a drop in body temperature, decreased urination, dizziness, unconsciousness, abnormal heart function, ഇതൊക്കെ സംഭവിക്കും ഈ സിവിയർ സെപ്സിസ് വന്നാൽ. ഇനി നമുക്ക് കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്താണെന്ന് നോക്കാം. കോഡിംഗ് ഓഫ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ്. ഫസ്റ്റ് വൺ, സെപ്സിസ്.
For a diagnosis of a sepsis, assign the appropriate code for the underlying systemic infection. ഇപ്പോൾ സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷനും കൂടെ വരുന്നതാണ് സെപ്സിസ്. അപ്പം നമ്മൾ അപ്പം ഈ സെപ്സിസ് എന്ത് മൂലമാണ് വന്നത്? ഒരു ഇൻഫെക്ഷൻ കാരണമാണ്, ഒരു അണ്ടർലൈങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് സെപ്സിസ് വന്നത്. അപ്പം നമ്മൾ ഒരു സെപ്സിസ് എന്നൊരു ഇത് കണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിൽ എന്ത് കാരണമാണ് ആ സെപ്സിസ് വന്നത്, അതെന്ത് ഇൻഫെക്ഷൻ ആണെന്നും കൂടെ നോക്കിയിട്ട് അതുകൂടെ ഉണ്ടെങ്കിൽ കോഡ് ചെയ്യണം. അസൈൻ ദ അപ്രോപ്രിയേറ്റ് കോഡ് ഫോർ അണ്ടർലൈങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. If the type of infection or causal organism is not further specified, assign the code A41.9 sepsis unspecified organism. ഇപ്പം നമ്മുടെ ചാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ ആ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണ് അത് കോസ് ചെയ്തേക്കുന്നതെന്ന് തന്നിട്ടില്ല എങ്കിൽ അൺസ്പെസിഫൈഡ് സെപ്സിസ് കോഡ് ചെയ്യാം. അതാണ് A41.9. A code from subcategory R65.2 severe sepsis should not be assigned unless severe sepsis or an associated acute organ dysfunction is documented. നമ്മൾ ഈ ടൈമിൽ A41.9 മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ ചാർട്ടിൽ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ സിവിയർ സെപ്സിസ് എന്ന് തന്നിട്ടില്ല എങ്കിലോ അഥവാ എന്തെങ്കിലും ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ടില്ല എന്ന് തന്നിട്ടുണ്ടെങ്കിലോ ഓർഗൻ ഡിസ്ഫങ്ഷൻ അങ്ങനെയൊന്നും തന്നിട്ടില്ല എങ്കിൽ R65.2 നമ്മൾ കോഡ് ചെയ്യരുത്. അത് സിവിയർ സെപ്സിസിൻ്റെ കോഡാണ്. അപ്പം നമ്മൾ ഇത് മാത്രം കോഡ് ചെയ്താൽ മതി. അഥവാ ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രം R65.2 കോഡ് ചെയ്യാം. നെക്സ്റ്റ്, നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ആൻഡ് സെപ്സിസ്. അതായത് ഇൻകൺക്ലൂസീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് കൾച്ചർ വന്നെങ്കിൽ സെപ്സിസിൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ഡു നോട്ട് preclude a diagnosis of sepsis in patient with clinical evidence of condition. However, the provider should be queried. അതായത് ഒരു ഡോക്യുമെൻറ്റേഷനിൽ അവർ ബ്ലഡ് കൾച്ചർ ചെയ്തിട്ടുണ്ട് ഫോർ സെപ്സിസ്, പക്ഷേ അവർക്ക് കറക്റ്റായ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും സെപ്സിസിൻ്റെ കോഡ് എടുത്ത് കോഡ് ചെയ്യരുത്. ആ ടൈമിൽ നമ്മൾ ക്വറി ചെയ്യണം, ഇതിന് കറക്റ്റായ ഡോക്യുമെൻറ്റേഷൻ ഇല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ക്വറി ചെയ്യണം. അതാണ് പറയുന്നത്. നെഗറ്റീവ് ഓർ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ഡു നോട്ട് preclude a diagnosis of sepsis. നെഗറ്റീവ് ബ്ലഡ് കൾച്ചറിൻ്റെ റിസൾട്ട് നെഗറ്റീവോ ഇൻകൺക്ലൂസീവോ ആണെങ്കിൽ നമ്മൾ സെപ്സിസ് ഒരിക്കലും കോഡ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, യൂറോസെപ്സിസ്. ദ ടേം യൂറോസെപ്സിസ് ഈസ് എ നോൺ സ്പെസിഫിക് ടേം. അതായത് യൂറോസെപ്സിസ് എന്ന് വെച്ചാൽ ഈ സെപ്സിസുമായിട്ട് കണക്റ്റഡ് അല്ല എന്നാണ് പറയുന്നത്. യൂറോസെപ്സിസ് എന്നൊരു വേർഡ് കണ്ടാൽ നമ്മൾ ആദ്യമേ ചെന്നിട്ട് സെപ്സിസിൻ്റെ കോഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് ടു ബി കൺസിഡേർഡ് സിനോണിംസ് വിത്ത് സെപ്സിസ്. സെപ്സിസിൻ്റെ ഒരു സിനോണിം അല്ല യൂറോസെപ്സിസ്, അത് വേറെ എന്തോ ആണ്. ഈ സെപ്സിസിൻ്റെ കോഡ് ചെയ്യരുത്. ഇറ്റ് ഹാസ് നോ ഡീഫോൾട്ട് കോഡ് ഇൻ ആൽഫബറ്റിക് ഇൻഡെക്സ്. ഈ യൂറോസെപ്സിസിന് ഒരു കറക്റ്റായ കോഡ് നമ്മുടെ ICD-10 ഇല്ല എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ ഷുഡ് എ പ്രൊവൈഡർ യൂസ് ദിസ് ടേം, ഹി ഓർ ഷീ മസ്റ്റ് ബി ക്വറീഡ് ഫോർ ക്ലാരിഫിക്കേഷൻ. ഇങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പ്രൊവൈഡർ യൂറോസെപ്സിസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ഓർ ഷീ നമ്മൾ കോഡർ ആ ചാർട്ടിന് നമ്മളൊരു ക്വറി ചെയ്യണം. ഇത് യൂറോസെപ്സിസ് എന്നാണ്, എന്താണ് ചെയ്യേണ്ടത്? സെപ്സിസ് എന്ന വേർഡ് നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ആ ടൈമിൽ സെപ്സിസ് എന്ന് നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല. A41.9 കോഡ് ചെയ്യരുത് യൂറോസെപ്സിസ് എന്ന് കണ്ടാൽ. നെക്സ്റ്റ്, സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അതാണ് സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്നാൽ എന്താണ്? നമ്മൾ ആദ്യമേ കണ്ടില്ലേ, ഒരു ഇൻഫെക്ഷൻ, ഒരു ഇൻഫ്ലമേഷനും പ്ലസ് ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടി വന്നാൽ അത് സിവിയർ സെപ്സിസ് ആണ്. അപ്പോൾ
sepsis with organ dysfunction. If a patient has a sepsis and associated acute organ dysfunction or multiple organ dysfunction, follow the instruction for coding of severe sepsis. നമ്മൾ സിവിയർ സെപ്സിസിൻ്റെ കോഡിംഗ് ഗൈഡ് ലൈന് കണ്ടിന്യൂ ചെയ്യണം. അത് നമ്മൾ അടുത്ത് കാണും അതെന്താണ് സിവിയർ സെപ്സിസിൻ്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ചാർട്ടിൽ ഇൻഫ്ലമേഷനും ഉണ്ട്, ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ തന്നെ കോഡ് ചെയ്യേണ്ടത് സിവിയർ സെപ്സിസിൻ്റെ കോഡാണ്. നെക്സ്റ്റ്, അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ദാറ്റ് ഈസ് നോട്ട് ക്ലിയർലി അസോസിയേറ്റഡ് വിത്ത് ദി സെപ്സിസ്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി സെപ്സിസ്. സെപ്സിസ് കാരണമാണ് നമ്മുടെ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയേക്കുന്നത് എന്ന് പറയാത്ത ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് എ സെപ്സിസ് ആൻഡ് ആൻ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ, ഒരു പേഷ്യൻറ്റിന് സെപ്സിസും ഉണ്ട് ഓർഗൻ ഡിസ്ഫങ്ഷനും ഉണ്ട്, നമ്മൾ നോർമലി എന്ത് ചെയ്യും? സിവിയർ സെപ്സിസിൻ്റെ കോഡ് ചെയ്യും. പക്ഷേ ബട്ട് the medical record documentation indicate that acute organ dysfunction is related to a medical condition other than the sepsis. ഈ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയേക്കുന്നത് സെപ്സിസ് കാരണമല്ല, വേറെന്തോ ഒരു കണ്ടീഷൻ കാരണമാണ്. അങ്ങനെയുള്ള ടൈമിൽ do not assign a code from subcategory R65.2 severe sepsis. ആ ടൈമിൽ നമ്മൾ ഒരിക്കലും സിവിയർ സെപ്സിസിൻ്റെ കോഡ് ചെയ്യരുത്. സിവിയർ സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്സിസും ഓർഗൻ ഡിസ്ഫങ്ഷനും ഉണ്ട്. ഈ ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ത് കാരണമാണ് ഉണ്ടായത്? ഈ സെപ്സിസ് കാരണമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ സിവിയർ സെപ്സിസ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. R65.2. An acute organ dysfunction must be associated with the sepsis in order to assign the severe sepsis code. അതാണ് നമ്മൾ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയേക്കുന്നത് സെപ്സിസ് കാരണമാണെങ്കിൽ സിവിയർ സെപ്സിസിൻ്റെ കോഡ് ചെയ്യാം. If the documentation is not clear as to whether an acute organ dysfunction is related to sepsis or another medical condition, query the provider. നമുക്ക് ആ ഡോക്യുമെൻറ്റേഷനിൽ ചില ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ട് കാണത്തില്ല. സെപ്സിസും ഉണ്ട് സിവിയർ സെപ്സിസും ഉണ്ട്. പക്ഷേ ഈ സിവിയർ സെപ്സിസ് അവരുടെ സെപ്സിസ് കാരണമാണ് എന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് കാണത്തില്ല. അപ്പം ആ ടൈമിൽ വേറെ ഒരു കണ്ടീഷൻ കാരണമാണ് സിവിയർ സെപ്സിസ് എന്നും തന്നിട്ടില്ല. അപ്പം ഇങ്ങനെ തരുന്ന ടൈമിൽ നമ്മൾ ക്വറി ചെയ്യണം, എന്താണ് കോഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, എന്താണ് കോഡ് ചെയ്യേണ്ടതെന്ന് ക്വറി ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ സിവിയർ സെപ്സിസിൻ്റെ ഗൈഡ് ലൈന്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് കോഡിംഗ് ഗൈഡ് ലൈൻസ് നോക്കാം. താങ്ക് യു ഫ്രണ്ട്സ്.